ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രവർത്തിക്കുമ്പോഴാണ് അന്ന് കേരളത്തിൽ നടന്ന ഒരു പത്രപ്പണിമുടക്കുമായി ബന്ധപ്പെട്ട് എന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നത്. അന്ന് ഞാൻ KWG-യുമായിട്ട് സഹകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിൻ്റെ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം എഡിഷനിൽ സമരം ഉണ്ടാവരുതെന്ന് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററും ഒക്കെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അന്ന് കോഴിക്കോട്ടും കൊച്ചിയിലും സമരം ഉണ്ടാകും, പക്ഷേ തിരുവനന്തപുരത്ത് ഉണ്ടാവരുത്. അതായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ ഒരു ആവശ്യം. കാരണം അന്ന് 3 എഡിഷനേ ഉള്ളൂ. ഒരേ എഡിഷനിലെങ്കിലും പത്രം ഇറക്കി എന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം യൂണിയനെ പ്രതികരിച്ച് സംസാരിച്ചെന്ന് ഞാൻ ഒരു അബദ്ധം പറഞ്ഞു പോയി. സാർ, അത് കോഴിക്കോട്ടും കൊച്ചിയിലും സമരമില്ല, അവർ ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമായിട്ട് സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കില്ല എന്നൊരു അബദ്ധം പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ എന്നെ കോട്ടയത്തേക്ക് തൽക്കാലത്തേക്ക് ഒരു ട്രാൻസ്ഫർ. അന്ന് N. ചെല്ലപ്പൻ പിള്ള എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള വളരെ പേരെടുത്ത ഒരു ലേഖകൻ, അദ്ദേഹമാണ് മാതൃഭൂമിയുടെ കോട്ടയത്തെ ലേഖകനായിരുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് വരികയാണ്. അദ്ദേഹം ഒരു മാസത്തെ ലീവിന് പോകുന്ന ആ ഒഴിവിൽ അന്ന് വൈകിട്ട് തന്നെ ടെലിപ്രിൻ്റർ വഴി എനിക്കൊരു ഓർഡർ വന്നു. ഞാൻ കോട്ടയത്തേക്ക് പോരുകയും ചെയ്തു. എൻ്റെ വീട് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ റാന്നി ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ഞാൻ സന്തോഷത്തോടുകൂടി കോട്ടയത്തേക്ക് വരുന്നു. അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടതിൽ ഏറെ വിലമതിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് പുലിക്കുന്നേൽ എന്നാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹം ഇരുന്നിരുന്ന ഓശാന മൗണ്ടിന് അടുത്ത് സഫാരി TV-യുടെ സ്റ്റുഡിയോയിലാണ്. ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു നവീകരണവാദി അല്ലെങ്കിൽ ഒരു തിരുത്തൽവാദിയായിരുന്നു. സഭയിൽ ചില തിരുത്തലിന് വേണ്ടിയൊക്കെ നിലകൊണ്ട ആളാണ്. നേരത്തെ ദേവഗിരി കോളേജിലെ കോഴിക്കോട് അധ്യാപകനായിരുന്നു. അവിടെ നിന്നൊക്കെ മാനേജ്മെൻറ്റുമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അദ്ദേഹം അത് രാജിവെക്കുകയും പിന്നീട് പാലായിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കുകയും ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓശാന മൗണ്ടിലേക്ക് പോകും. എന്നെ ആകർഷിച്ച ഒരു പ്രധാന കാര്യം, അന്ന് അദ്ദേഹം ഓശാന എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം, മാസികയാണെന്നാണ് എൻ്റെ ഓർമ്മ, നടത്തുന്നുണ്ട്. ഒരു ചെറിയ പ്രസിദ്ധീകരണമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ ആകർഷിച്ചത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഓശാന ബൈബിളാണ്. അന്ന് കത്തോലിക്കർ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽപ്പെട്ടവർ ഉപയോഗിച്ചിരുന്നത് പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ POC അവർ പ്രസിദ്ധീകരിച്ച ഒരു മലയാളം ബൈബിളാണ്. മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ, ഓർത്തഡോക്സ്, യാക്കോബായ അല്ലെങ്കിൽ മാർത്തോമ, ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത് ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിളാണ്. അങ്ങനെ 2 ബൈബിളാണ് അന്ന് കാര്യമായിട്ടന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അവിടെയാണ് ജോസഫ് പുലിക്കുന്നേൽ ഒരു മലയാളം ബൈബിൾ, മറ്റൊരു മലയാളം ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹം ചില വിദേശ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ പ്രസിദ്ധീകരണമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം എന്നെ ആകർഷിച്ചത് ഇത് പല ബൈബിൾ വേർഷൻസ് ആദ്യം ഓരോന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, വിവർത്തനം ചെയ്യുന്നു. എന്നിട്ട് അവയെല്ലാം കൂടെ മറ്റൊരു പുതിയ ബുക്കാക്കി അല്ലെങ്കിൽ ഒരു പുതിയ വെർഷനാക്കി മാറ്റുന്നു. കിങ് ജെയിംസ് വേർഷനൊക്കെ അടക്കമുള്ള വേദപുസ്തക വേർഷനുകൾ തർജ്ജമ ചെയ്താണ് ഇത് തയ്യാറാക്കുന്നത്. അതിനുശേഷം പല ഘട്ടങ്ങൾ ഇത് കടന്നു പോകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഘട്ടം NV കൃഷ്ണവാര്യരാണ്. ഞാനത് ഓർക്കാൻ കഴിയും. ഇതെല്ലാം ബൈൻഡ് ചെയ്ത് ഓശാന മൗണ്ടിൽ അന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏറ്റവും അവസാനത്തെ എഴുതിയ മാനുസ്ക്രിപ്റ്റ്, കയ്യെഴുത്ത് പ്രതി ബൈൻഡ് ചെയ്തത്, അത് NV കൃഷ്ണവാര്യർ എഡിറ്റ് ചെയ്തത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് സ്കറിയ SB കോളേജിലെ പ്രൊഫസറായിരുന്ന സ്കറിയ സക്കറിയാണ് അതിന് തൊട്ട് മുമ്പത്തെ ഘട്ടം, ബൈബിളിൻ്റെ ആ ഘട്ടം എഡിറ്റ് ചെയ്ത് പിന്നീട് കൃഷ്ണവാര്യർ. അപ്പം ചില വാക്കുകൾ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വരിയിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് എഴുതി ചേർക്കുന്നു, അല്ലെങ്കിൽ ഒരു വാക്ക് അത് കളഞ്ഞിട്ട് മറ്റൊന്ന് അതിന് പകരം മറ്റൊരു വാക്ക്, അങ്ങനെ ചെറിയ തോതിലുള്ള
എഡിറ്റിംഗാണ് എൻ വി കൃഷ്ണവാര്യർ നടത്തിയത്. പക്ഷേ അപ്പോൾ തന്നെ ആ പുസ്തകത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ആ തർജ്ജിമയുടെ മൂല്യം വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അങ്ങനെ ആ ബൈബിള് പ്രസിദ്ധീകരിച്ച ആളെന്നുള്ള നിലയിൽ പിന്നെ അദ്ദേഹം സഭാപരമായ കാര്യങ്ങളിലെക്കുന്ന നിലപാടുകളോടുള്ള ഒരു മാനസികമായ യോജിപ്പ്, അങ്ങനെ ഞാൻ ഈ മനുഷ്യനുമായിട്ട് വളരെ അടുക്കുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യോശാന മൗണ്ടിൽ വരും, സംസാരിക്കും. ഇന്നിപ്പോൾ അവിടെ കാണുന്ന കെട്ടിടങ്ങളല്ല, കുറച്ചുകൂടെ പഴയ കെട്ടിടങ്ങളാണ്. അപ്പോൾ അവിടെ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീറോ മലബാർ സഭയിൽ കുർബാന സംബന്ധമായ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. പുതിയൊരു കുർബാനക്രമം വരുന്നു, അതെങ്ങനെ കുർബാന കുർബാന നടത്തണം, ഈ വക തർക്കങ്ങൾ. ഇത് ഇന്ന് സീറോ മലബാർ സഭയിൽ നടക്കുന്ന ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ സിനഡ് കുർബാന, ഇപ്പുറത്ത് മതബഹയോട് തിരിഞ്ഞു നിന്ന് കുർബാന അർപ്പിക്കുന്ന രീതി, ഇതിൻ്റെ ആദ്യ രൂപമാണ്. അന്ന് പാലാ, ചങ്ങനാശ്ശേരി മുതലായ അതിരൂപതകൾ ഇങ്ങനെ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമല്ല. അവർ മതബഹയിലേക്ക് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്ന ഒരു രീതിയാണ്. അന്നവർ പറഞ്ഞിരുന്നത് ഇത് യേശുക്രിസ്തുവിന് അർപ്പിക്കുന്ന ഒരു ദിവ്യ ബലിയാണ്, ഇത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കേണ്ടതല്ല, യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്ന ബലിയായതുകൊണ്ട് മദ്ബഹയിലേക്ക് തിരിഞ്ഞു നിന്ന് ചൊല്ലണം. മറ്റുള്ളവർ പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ് കുർബാന, ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്നതിനെന്താ കുഴപ്പം. ഇതായിരുന്നു അന്നത്തെ ആ തർക്കം. അതിങ്ങനെ ഞാൻ മനസ്സിലാക്കി. ഞാൻ ജോസഫ് പുലിക്കുന്നിനാണ് എനിക്കതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് തരുന്നത്. ഇങ്ങനൊരു വിവാദം സഭയിൽ വരുന്നത്. അപ്പം അന്ന് മാതൃഭൂമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്രങ്ങളോ ക്രൈസ്തവ സഭകളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിവാദങ്ങൾ വാർത്തയാക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു വാർത്തയാണല്ലോ. സീറോ മലബാർ സഭ പോലെ ഏറ്റവും സ്വാധീനമുള്ള ക്രൈസ്തവ സഭാ വിഭാഗം, അതിലിങ്ങനെ ലിറ്റർജിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ എന്ന് ഒരു തോന്നലുണ്ടായിട്ട് ഞാൻ 1-2 തവണയായിട്ട് ജോസഫ് പുലിക്കുന്നിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. രണ്ട് വശങ്ങളും പറഞ്ഞു തന്നു. അന്ന് കർദിനാളായിരുന്ന പാറേക്കാട്ടിൽ പിതാവൊക്കെയാണ് ഈ ജനാഭിമുഖ കുർബാനയുടെ ആദ്യകാല പ്രയോക്താക്കൾ. അപ്പോൾ ഈ വിശദാംശങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരു നീണ്ട റിപ്പോർട്ട് 2 ദിവസമായിട്ട് പ്രസിദ്ധീകരിക്കാവുന്ന ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി ഡെസ്കിലേക്ക് അയക്കുന്നു, കൊച്ചി ഡെസ്കിലേക്ക് അയച്ചു. അപ്പോൾ അവർക്കിത് വായിച്ചിട്ട് അന്തവും കുന്തവും മനസ്സിലായില്ല. ഒരു പുതിയ തേങ്ങ കയ്യിൽ കിട്ടിയ ഒരു രീതിയായിരുന്നു അവർക്ക് ഈ സഭയിലെ ഈ വക തർക്കങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളൊന്നും അവർക്ക് മനസ്സിലാകുമായിരുന്നില്ല. അപ്പോൾ അത് എഡിറ്ററായിരുന്ന നാലപ്പാടിന് അയച്ചു. നാലപ്പാട് പറഞ്ഞു സണ്ണിക്കുട്ടി എന്താണോ തന്നിട്ടുള്ളത് അതുപോലെ കൊടുത്തേക്കാൻ പറഞ്ഞു. അതങ്ങനെ പ്രസിദ്ധീകരിച്ചു വന്നു. അത് അന്ന് മാതൃഭൂമി അങ്ങനെ ക്രൈസ്തവ സഭാംഗങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രചാരമൊന്നുമുള്ള, പ്രത്യേകിച്ച് സീറോ മലബാർ സഭാംഗങ്ങൾക്കിടയിലൊന്നും വലിയ വായനക്കാർ ഉള്ള പത്രമല്ല. പക്ഷേ ഈ വാർത്തയുടെ പ്രാധാന്യം മൂലം അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും വലിയ വിവാദമാവുകയും ചെയ്തു. അന്ന് ഞാൻ ഒരു പകരക്കാരനായിട്ട് കോട്ടയം ബ്യൂറോയിൽ ഇരിക്കുന്ന സമയമാണ്. അന്ന് എനിക്ക് ആരുടെ നീ ചിലമ്പിള്ളയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് എന്ത് മറ്റേ പണിയാടാ കാണിക്കുന്ന മറ്റവനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം ഭീഷണി ടെലിഫോണുകൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ അന്നും ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഇതിലുള്ള ഒരു വലിയ ഇത്രമാത്രം ആവേശവും വികാരവും കൊള്ളേണ്ട ഒരു തർക്ക കാരണം എന്താണെന്ന് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഇത് എനിക്ക് അന്ന് നമ്മുടെ പുലിക്കുന്നിലുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാർത്തയാണ്. ഞാനിപ്പോൾ അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 80കളുടെ തുടക്കത്തിലാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അത് ഞാൻ ചെയ്തൊരു നല്ല റിപ്പോർട്ടായിട്ട്, കാരണം അത് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ കത്തി നിൽക്കുന്ന ഈ വിഷയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് എന്ന നിലയിൽ ഞാനിപ്പോഴും വളരെ മനസ്സിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഓർക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് ഈ പരിപാടിയിലത് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കോട്ടയത്തിരിക്കുമ്പോൾ 1984 നമ്മുടെ വിഖ്യാത എഴുത്തുകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടുന്നത്. അപ്പോൾ ജ്ഞാനപീഠം കിട്ടി. അന്നത്തെ പത്രത്തിലൊക്കെ ഭയങ്കര വാർത്ത, അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിമുഖങ്ങൾ, രസകരമായ കഥകൾ, കാത്തച്ചേച്ചിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ധാരാളം സ്റ്റോറീസ്, ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ആലപ്പുഴയിൽ അദ്ദേഹത്തെ പോയി കാണുകയും പറ്റും ചെയ്തിട്ടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധം എനിക്കുണ്ട്. ഞാനവിടെ കോട്ടയത്തിരിക്കുമ്പോൾ എന്നോട് അന്ന് മനോരാജ്യത്തിൻ്റെ പത്രാധിപർ പവനനാണ്.
CPIയുടെ പഴയ നേതാവായിരുന്ന എഴുത്തുകാരനൊക്കെ പാവനൻ. അദ്ദേഹം എന്നോട് എന്തോ സംസാരിച്ച രീതിയിൽ കൂട്ടത്തിൽ പറഞ്ഞു, എടോ നാളെ തകഴിച്ചേട്ടൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നുണ്ട്, താനും ഇറങ്ങൂടോ കാണാം എന്നിങ്ങനെ എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഓഫീസിൽ പോകും. അത് നമ്മുടെ മനോരമയുടെ കോട്ടയം നഗരത്തിലെ ഓഫീസിന് നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് പോയി നിന്നാലോ. ഞാനിങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറെയൊക്കെ സംഘടിപ്പിച്ചു. അന്ന് കോട്ടയത്ത് മനോരമയ്ക്ക് സ്വന്തമായ ഫോട്ടോഗ്രാഫറൊന്നുമില്ല, ഒരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറെയൊക്കെ സംഘടിപ്പിച്ച് ഞാനവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാറിൽ ആലപ്പുഴ നിന്ന് അവിടെ എത്തി. അപ്പോഴേക്കും C. രാധാകൃഷ്ണനാണ് അന്ന് SPCSൻ്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ തകഴിച്ചേട്ടൻ വിടുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ രാധാകൃഷ്ണനും അവിടേക്ക് വന്നു തകഴിച്ചേട്ടനെ കാണാൻ വേണ്ടി, അല്ല അവിടെ സ്വീകരിക്കാൻ വേണ്ടി. ഞാനവിടെ കിട്ടിയതിന് ശേഷം മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവർ SPCSൻ്റെ സാഹിത്യകാരന്മാരുടെ സംഘടനയുടെ ആസ്ഥാന മന്ദിരത്തിലെത്തുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം എത്തി. അവിടെ 1-2 മണിക്കൂറുകൾ തകഴിച്ചേട്ടൻ്റെ കഥകൾ, അടുത്ത് നിൽക്കുന്നവരതിന് കൊടുക്കുന്ന പൊടിപ്പും തൊങ്കലും ചേർത്ത് അതിന് അത് പൂജിപ്പിച്ചുകൊണ്ട് നൽകുന്ന വീണ്ടും മറ്റ് കഥകൾ, ഇങ്ങനെ ഒരു 2 മണിക്കൂറോളം വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രത്യേക മുറുക്കാൻ വേണ്ടി ആൾ ചില കടകളിലൊക്കെ ഓടുന്നു, അതൊക്കെ എവിടെ കിട്ടുമെന്നൊക്കെ അവർക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു 2 മണിക്കൂർ വളരെ സന്തോഷകരമായിട്ട് ചെലവഴിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പിറ്റേ ദിവസം 1-ാം പേജിൽ മാതൃഭൂമിയുടെ ടോപ്പ് ബ്രേക്കപ്പായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്ന് തലേദിവസത്തെ പത്രത്തിൽ ജ്ഞാനപീഠത്തിൻ്റെ വാർത്തകളും ലേഖനങ്ങളൊക്കെ വന്നതിൻ്റെ ആ ചൂടിലങ്ങനെ നിൽക്കുകയാണ്, ആ ട്രെൻഡിൽ നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഇങ്ങനെ വാർത്ത വരുന്നു. അത് എനിക്കത് ഒരു മാതൃഭൂമി ലേഖനം എന്നുള്ള നിലയിൽ സന്തോഷം തോന്നിയത്, തൊട്ട് മുമ്പിലുണ്ടായിരുന്ന മനോരമയിൽ ആരും ഇത് അറിഞ്ഞുമില്ല, മനോരമ റിപ്പോർട്ട് ചെയ്തുമില്ല. അതായിരുന്നു എൻ്റെ ഒരു സന്തോഷം. എനിക്ക് ആദ്യമായിട്ട് മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബിൽ നിന്ന് ഒരു അഭിനന്ദന കത്ത് കിട്ടിയത് അന്നാണ്. പിന്നെയും അദ്ദേഹം ധാരാളമല്ല കത്തുകളൊക്കെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും നല്ല വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം നമുക്ക് കത്തുകൾ അയക്കും. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, അത് ഏത് പത്രത്തിൽ എന്നുള്ളതല്ല, നല്ല വാർത്തകൾ എപ്പോൾ കണ്ടാലും. നമുക്കറിയാം മലയാള പത്രപ്രവർത്തന രംഗത്തെ ഒരു 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 പ്രത്യേക സിദ്ധികളുള്ള ഒരു മനുഷ്യനായിരുന്നു തോമസ് ജേക്കബ്. മലയാള പത്രങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ന്യൂസ് എഡിറ്ററായിരുന്നു. 24-25 വയസ്സുള്ളപ്പോഴാണ് മനോരമ കോഴിക്കോട് എഡിഷൻ തുടങ്ങുമ്പോൾ അവിടുത്തെ ന്യൂസ് എഡിറ്ററായിട്ടൊക്കെ അയച്ചത്. 25-26 ആ ഒരു ചെറുപ്രായത്തിലാണ്. സാധാരണ ഒരു 50-55 വയസ്സെത്താതെ ഒരാൾക്കൊരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ മനോരമയോ മാതൃഭൂമിയോ ഒരു പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്ററാവുക അസാധ്യമാണ്. അങ്ങനെ ഈ ന്യൂസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കലയിൽ ഒരു അദ്വിതീയനായിരുന്നു അദ്ദേഹം. പരസ്യ പേജുകളിൽ നിന്ന് പോലും അല്ലെങ്കിൽ പരസ്യങ്ങളിൽ നിന്ന് പോലും വാർത്തകൾ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന, അതുപോലെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, അത് മറ്റു പത്രങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്ന ഒരാളായിരുന്നു തോമസ് ജേക്കബ്. അപ്പം എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് 2-3 കത്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതിലൊന്ന് തകഴിച്ചേട്ടൻ്റെ ഈ SPCSലെ വരവും അദ്ദേഹം അവിടെ ചെലവഴിച്ച കുറേ മണിക്കൂറുകളും സംബന്ധിച്ച വളരെ അപ്രധാനമായൊരു വാർത്തയാണ്. അങ്ങനെ വലിയൊരു സ്തോഭജനകമായ വാർത്തയൊന്നുമല്ല. പക്ഷേ ആ വാർത്ത അതുണ്ടാക്കിയ സന്തോഷം, അത് തന്ന മധുരം, അനുഭവത്തിൻ്റെ മധുരം, അത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. മാതൃഭൂമി ചേരുമ്പോൾ എനിക്ക് റിപ്പോർട്ടിംഗ് ആയിരുന്നു താല്പര്യം, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ അഭിപ്രായത്തിലും ജേർണലിസം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ അതിനെ ഞാൻ ചെറുതാക്കി കാണിക്കുകയല്ല. എത്ര നല്ല റിപ്പോർട്ടർമാർ തന്നാലും അത് അതിമനോഹരമായിട്ട് ഒരു പത്രം പ്രൊഡ്യൂസ് ചെയ്ത് വായനക്കാരുടെ അടുത്ത് എത്തിക്കുമ്പോഴാണ് അതിനൊരു ഫലമുണ്ടാകുക. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിച്ചിരുന്നത് ഒരു റിപ്പോർട്ടറാവണം, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നത് റിപ്പോർട്ടറാകണമെന്ന്. അതിൽ തന്നെ എനിക്ക് സാംസ്കാരിക വിഷയങ്ങൾ, സ്പോർട്സ്, രാഷ്ട്രീയം, ഈ വക കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് ആദ്യം മുതലേ ഒരു താല്പര്യമുണ്ടായിരുന്നത്. അപ്പം സിനിമ എൻ്റെ ഒരു വളരെ താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു. 1983 ജാനുവരിയിൽ
ഡൽഹിയിൽ നടക്കുന്ന നമ്മുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ഇപ്പോൾ അത് ഗോവയിലെ സ്ഥിരം വേദിയാണ്. പണ്ടങ്ങനെയല്ല. ഒരു വർഷം ഡൽഹിയിൽ മത്സര ഇനങ്ങളടങ്ങുന്ന ഫെസ്റ്റിവൽ നടക്കും. പിന്നെ അടുത്ത വർഷം മറ്റേതെങ്കിലും കൽക്കട്ട, മദ്രാസ്, തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ ഫിലിമോത്സവം എന്ന പേരിൽ ഈ ഫെസ്റ്റിവൽ നടക്കും. അതിൽ പക്ഷേ മത്സര ഇനങ്ങൾ ഉണ്ടായിരിക്കില്ല. സാധാരണ മികച്ച ചിത്രങ്ങളുടെ പ്രദർശനം മാത്രം. അങ്ങനെ ഒന്നിടവിട്ട വർഷങ്ങളിലാണ് പിന്നെ കോമ്പറ്റേറ്റീവ് ഫെസ്റ്റിവലും അല്ലാതുള്ള ഫിലിമോത്സവവും നടക്കുക. അപ്പോൾ 83 ഡൽഹിയിൽ കോമ്പറ്റീഷൻ വിഭാഗമുള്ള ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടി. ധാരാളം നല്ല സിനിമകൾ കാണാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈ ഫെസ്റ്റിവൽ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ രസകരമായൊരു എന്നാൽ വളരെ ലളിതമായൊരു വാർത്തയെക്കുറിച്ചാണ്. അന്ന് ഈ പിന്നെ മത്സര ഇനങ്ങളുടെ ജൂറിയിൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനുണ്ട്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഞാനുമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ആഴ്ചപ്പതിപ്പിലുള്ളപ്പോൾ മുതലുള്ളൊരു സ്നേഹ സൗഹൃദ ബന്ധമുണ്ട്. അപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നത് അശോക ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് എപ്പോഴും എല്ലാ ദിവസവും അദ്ദേഹം കേരള ഹൗസിലേക്ക് വരും. ചോറ് നമ്മുടെ കേരള രീതിയിലുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ കേരള ഹൗസിൽ വരണം. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ടൊരു ധാരണയുണ്ടാക്കി. ഞാൻ എന്നെയും കൂടെ കേരള ഹൗസിലേക്ക് കൊണ്ടുവരണം. അത് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് സിരി ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏഷ്യാഡ് തുടങ്ങിയ സമയത്ത് ഉണ്ടാക്കിയൊരു വലിയ ഒരു കോംപ്ലക്സാണത് സിരി ഫോർട്ട്. അവിടെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് വളരെ ദൂരമുണ്ട് കേരള ഹൗസിലേക്ക് വരാൻ. അപ്പം അദ്ദേഹം ഇവിടേക്ക് വരും, അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുവരും. കേരള ഹൗസിലേക്ക് വന്ന് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊരു കഷ്ടമാണ്, മന്ത്രിയുടെ കൊച്ചിനിക്കാരൻ വരെ ഞങ്ങളുടെ ജൂറി ബോക്സിൽ കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ചെറിയ ഒരു രസകരമായ വാർത്ത ഉണ്ടല്ലോ ഒന്ന് കത്തി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അടൂർജി എന്താ പറഞ്ഞത്, എന്താ അത്? അന്ന് NKP സാൽവെ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ചുമതലയുള്ള മന്ത്രി. അപ്പോൾ ഈ മന്ത്രിക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട VIP പാസ്സാണല്ലോ കിട്ടുന്നത്. ആ പാസ് അവിടെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവിടെ കണ്ടു വെച്ചിരുന്നു. അവിടുത്തെ ഒരു കുച്ചിനിക്കാരൻ എല്ലാ ദിവസവും ഈ പാസും എടുത്ത് ഉടുപ്പേ കുത്തിക്കൊണ്ട് എവിടെ വരും, ജൂറി ബോക്സിൽ വന്നിരിക്കും. വേണമെങ്കിൽ മന്ത്രിക്ക് അവിടെ വന്നിരിക്കാം, ജൂറിമാരിയ്ക്കുന്ന ബോക്സിൽ 5-6 പേരുള്ള ഒരു ചെറിയ ബോക്സാണ്, അല്ലെങ്കിൽ 1-2 സീറ്റ് കൂടെ കാണും. അങ്ങനെയാണ് ജൂറി ബോക്സ് സാധാരണ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ മന്ത്രിക്ക് വേണമെങ്കിൽ വന്നിരിക്കാം, ജൂറി അംഗങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് അവിടെ കയറാം. ഈ കുച്ചിനിക്കാരൻ എല്ലാ ദിവസവും ഈ പാസും ഒക്കെ ആയിട്ട് അവിടെ വന്നിരിക്കും. അത് ഇവർക്കൊരു വലിയ ശല്യമായി. പക്ഷേ ഇവർക്ക് പറയാനും മേല, മന്ത്രിയുടെ വീട്ടിലെ ഉദ്യോഗസ്ഥനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ച് അടൂർജി അത് അന്വേഷിച്ച് കുച്ചിനിക്കാരനാണെന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ വിശദാംശങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് പിന്നെ ഫെസ്റ്റിവൽ വാർത്തകളൊക്കെ അയച്ച കൂട്ടത്തിൽ മന്ത്രിയുടെ കൊച്ചിനിക്കാരൻ ജൂറി ബോക്സിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വാർത്ത. പക്ഷേ അത് മാതൃഭൂമി അത് വളരെ മനോഹരമായിട്ടത് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസം മുതൽ കൊച്ചിനിക്കാരൻ വന്നില്ല. ഞാൻ പറഞ്ഞത് കൊച്ചു വാർത്തകളായിരിക്കും. അപ്പം നമ്മൾ മാതൃഭൂമിയിലെ മലയാളത്തിൽ വരുന്ന ഒരു വാർത്ത അത് ഡൽഹിയിൽ ശ്രദ്ധിക്കപ്പെടുമോ? അപ്പോൾ ഇവിടെ PIBയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരപ്പം തന്നെ ഇതിൻ്റെ കട്ടിങ് സഹിതം അത് ഡൽഹിയിലെത്തിച്ചു. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഇതിൻ്റെ ലോക സർക്യൂട്ടിൽ വളരെ ഉയർന്ന റാങ്കിങ് ഉള്ള ഒരു ഫെസ്റ്റിവലാണ് അന്നു മുതലേ. കാരണം ധാരാളം സിനിമകൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്, നല്ല സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലാണ്. അങ്ങനെ അതിനൊരു വലിയ പേരും ഖ്യാതിയുമൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ ജൂറിമാരിയ്ക്കുന്ന അല്ലെങ്കിൽ ജൂറി ബോക്സിലേക്കൊരു കുച്ചിനിക്കാരൻ വന്നിരിക്കുന്നത്. ഏതായാലും അന്ന് തന്നെ അത് പരിഹരിച്ച ഒരു രംഗം ഞാൻ ഓർക്കുകയാണ്. ഈ കോട്ടയത്തെ കഥകൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. അതിനുശേഷം എന്നെ കാസർഗോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ യൂണിയൻ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നെ വീണ്ടും അവിടേക്ക് വിടുകയാണ്. അപ്പോൾ ഞാൻ കാസർഗോഡ് ചെല്ലുന്ന ഉടനെ അവിടെ ഒരു ബ്യൂറോ ഇല്ല. അവിടെ ഒരു എന്താ പറയുക, ഞങ്ങൾ ലൈനർ എന്ന് പറയുന്ന ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണുള്ളത്. KM അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ അന്ന് മാതൃഭൂമിക്ക് വേണ്ടി വാർത്തകൾ അയച്ചിരുന്ന ലേഖകൻ. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു കസേര എന്നതിനപ്പുറത്ത് മാതൃഭൂമിക്ക് അവിടെ ഒരു ഓഫീസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു തരത്തിലും പിടിക്കുന്ന ഭക്ഷണം പോലും അവിടെ കിട്ടുന്നില്ല. പ്രത്യേക തരത്തിലുള്ള പാചകം അതൊന്നും നമുക്ക് അങ്ങോട്ട് പിടിക്കാത്തൊരു വല്ലാത്ത ഒരു കാലമായിരുന്നു എൻ്റെ കാസർഗോഡ് കാലം.
8-9 മാസമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ ഈ അഹമ്മദിൻ്റെ ഉത്തരദേശ ഓഫീസിൽ ഒരു കസേരയിൽ ഞാൻ ഇരിപ്പുറപ്പിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ അസ്വസ്ഥതയായി. അപ്പോൾ ഞാനതിൻ്റെ ഈ കിഴക്കൻ പ്രദേശങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങി. കർണാടക ഏരിയയിൽ ധാരാളം വനങ്ങളൊക്കെ ഉണ്ട്. സ്വർഗ, സുള്ളിയ, ബന്തെടുക്ക, ബദിയെടുക്ക, ഇങ്ങനെയൊക്കെയുള്ള വളരെ മനോഹരമായ പേരുകളിൽ അറിയപ്പെടുന്ന ചില സ്ഥലങ്ങൾ, ചില ആദിവാസികൾ അവർ ജീവിക്കുന്നു. അവിടെയൊക്കെ പോയി കൊച്ചു കൊച്ചു വാർത്തകളും സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ അയച്ചു. ഏറ്റവും രസകരമായ കാര്യം, സാധാരണ നമ്മളൊരു മാതൃഭൂമിയുടെ ഒരു ജില്ലാ ബ്യൂറോയിൽ ചെന്ന വലിയ അംഗീകാരമാണ്. എല്ലാവരും വാർത്തയുമായിട്ട് വരും. മാതൃഭൂമിയിൽ ആ വാർത്ത വരണം, പടം വരണം, നാളെ തന്നെ വരണം. ഈ വക നിർബന്ധമൊക്കെ ആയിട്ട് ഒരു വലിയ അവിടുത്തെ ലേഖനൊരു പ്രാധാന്യം ഉണ്ടാവും. പക്ഷെ ഞാനവിടെ ചെന്നപ്പോൾ ആർക്കും മാതൃഭൂമി വേണ്ട, മനോരമയും താല്പര്യമില്ല. മനോരമയ്ക്ക് വന്നൊരു താൽക്കാലിക ലേഖനം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടത് ഈ ഉത്തരദേശം പത്രത്തിൽ വാർത്ത വരിക. അഹമ്മദിൻ്റെ പത്രം അന്ന് 10,000 കോപ്പി അടിച്ച് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ഒരു പത്രമാണ്. മാതൃഭൂമിയെക്കാളിലും മനോരമയെക്കാളിലും അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യം അതിനോടാണ്. ആ പത്രത്തിന് അതിൻ്റേതൊരു സ്വാധീനമുണ്ട്. നല്ല രീതിയിലാണ്, നല്ല പ്രൊഫഷണൽ ലുക്കോടുകൂടിയാണ് ഇറങ്ങുന്നത്. അതുമാത്രമല്ല, അന്നൊരു പക്ഷേ കേരളത്തിൽ PTIയുടെ സർവീസുള്ള ഏക സായന പത്രം അതായിരുന്നിരിക്കണം. അത് മംഗലാപുരത്തു നിന്നുള്ളൊരു ലൈനാണ്, അല്ലാതെ കേരളത്തിൽ നിന്നില്ല. അതുകൊണ്ട് പലപ്പോഴും അത് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഞാനവിടെ ആ ഓഫീസിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ദിരാഗാന്ധി അവരുടെ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിക്കുന്നത്. ഞാൻ കാസർഗോഡുള്ള ഒരു സമയത്താണ്. അപ്പം ഈ അഹമ്മദ് എന്ന് പറയുന്ന അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ പ്രധാന പത്രാധിപർ അന്നവിടെ ഇല്ല. മറ്റൊരു അഹമ്മദ് ഈച്ച എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഒരു ചുമതലക്കാരനായിട്ട് നിൽക്കുന്നത്. പുള്ളി ആകെ അമ്പരന്നു. കാരണം ഇന്ദിരാഗാന്ധി മരിച്ചു പത്രം എങ്ങനെ ഇറക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു പിടിപാടും കിട്ടുന്നില്ല. അവരൊക്കെ സാധാരണ ചെയ്യുന്നത് ഈ സാധാരണ പത്രങ്ങൾ അകത്തെ 2 പേജുകൾ നേരത്തെ തന്നെ തയ്യാറാക്കി അടിച്ചു വയ്ക്കും. പുറത്ത് 1-ാം പേജും 4-ാം പേജും മാത്രമാണ് അന്നുണ്ടാക്കുക. അപ്പോൾ ഇതെങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഈ പത്രം എങ്ങനെ ഇറക്കും? ഞാൻ ഒരു ദിവസത്തേക്ക് ഉത്തരദേശം പത്രത്തിൻ്റെ എഡിറ്ററായ കഥയാണ് ഈ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കുമ്പം അപ്പം നമ്മളിങ്ങനെ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ അന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റു, മരിച്ചു, പക്ഷേ അത് കൺഫേം ചെയ്ത് പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി മരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി ഇവിടെ ഇല്ല. അന്ന് AICC ജനറൽ സെക്രട്ടറിയാണ്. പശ്ചിമ ബംഗാളിൽ കൽക്കത്തയിൽ നിന്ന് അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം വരണം. അന്ന് രാഷ്ട്രപതി സെയിൽ സിംഗാണ്. അദ്ദേഹം ഒമാനിൽ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിനായിട്ട് പോയിരിക്കുന്നു. അദ്ദേഹം വരണം. അപ്പം ഉപരാഷ്ട്രപതി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കൺഫേം ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കിത് അന്തരിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ഡൽഹിയിലൊക്കെ വിളിച്ച്, നമ്മുടെ മാതൃഭൂമി ഓഫീസിലൊക്കെ വിളിച്ച് ഇത് കൺഫർമേഷൻ കിട്ടി. അതിന് ശേഷം ഞാനൊരു പത്രം ഉണ്ടാക്കി, ഉത്തരദേശത്തിൻ്റെ ഒരു പത്രം ഉണ്ടാക്കി. അവിടെ അന്ന് ഈ വലിയ ടൈപ്പൊന്നും കൊടുക്കാനുള്ള അത്തരത്തിലുള്ള ടൈപ്പുകളൊന്നും അവിടെ ഇല്ല. പക്ഷേ ഈ തടി കൊണ്ടുണ്ടാക്കിയ വലിയ ടൈപ്പുകൾ അന്നൊക്കെ ചില പ്രസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തടി ടൈപ്പുകൾ വെച്ചിട്ട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു എന്നോ മറ്റോ പറഞ്ഞൊരു ഹെഡിങ്ങൊക്കെ വെച്ചിട്ടൊരു പത്രം. അപ്പം ഞങ്ങളിങ്ങനെ മാതൃഭൂമി പത്രത്തിൽ പ്രവർത്തിച്ച രീതി അറിയാവുന്നതുകൊണ്ട് അതിന് പശ്ചാത്തല വാർത്തകൾ, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നുള്ള രസകരമായ ചില സംഭവങ്ങൾ, അങ്ങനെ 1-4 പേജുകൾ ഇന്ദിരാഗാന്ധിയുടെ വാർത്തകൾ വെച്ച് നിറച്ചിട്ടൊരു പത്രം ഞങ്ങളുണ്ടാക്കി. ഞാനാണ് അതിനൊരു നേതൃത്വം കൊടുത്തത്. അപ്പം ഈ പത്രം ഉണ്ടാക്കി എന്നതിനേക്കാൾ പ്രധാനം അത് വിറ്റ രീതിയാണ്. അതൊരു ഓടിട്ട കെട്ടിടമാണ്. റോഡിൽ നിന്ന് അല്പം താഴെയാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. അപ്പോൾ ആളുകൾ റോഡിൽ നിന്ന് ഇതിൻ്റെ മേൽക്കൂരയിലേക്ക് കയറിയിട്ട് ഓടിളക്കിയിട്ട് പത്രം ഇങ്ങനെ ഒരാളല്ല, 1-2 പേരല്ല, പല സ്ഥലങ്ങളിലോ ഓടിളക്കിയിട്ട് പത്രം വായിക്കുന്ന ഒരു രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആളുകൾക്ക് വാർത്ത അറിയാൻ വേണ്ടിയുള്ളൊരു താല്പര്യം. പലരും പൈസയൊന്നും തരാതെ, പൈസ വാങ്ങാതാണ് പത്രം കൊടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ മാതൃഭൂമിയിലെ പ്രവർത്തനകാലത്ത് ഒരു ദിവസം ഉത്തരദേശത്തിൻ്റെ പത്രാധിപരായ ഒരു കഥ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് പോലീസുകാരുടെ ജീവിതം, അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് കേരള പോലീസ് അസോസിയേഷൻ്റെ സ്ഥാപനത്തിന് കാരണമായത്. ആ റിപ്പോർട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് വലിയ ചർച്ചകളുണ്ടായി. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് പോലീസുകാർക്കൊരു അസോസിയേഷൻ രൂപവൽക്കരിക്കുന്നതിനുള്ള ഒരു അനുമതിയൊക്കെ കിട്ടി. അപ്പം അദ്ദേഹം ധാരാളം
ഓടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിശ്രമം കൊടുക്കണമെന്ന് തോന്നി അദ്ദേഹം ന്യൂസ് പ്ലാനിങ്ങിൻ്റെ ചുമതലയിലേക്ക് മാറി. അപ്പോഴാണ്